തമിഴ്നാട്ടിൽ മാനേജ്മെന്റ് കോട്ട സീറ്റിലോ NRI കോട്ടയിലോ ലോ പാക്കേജ് NRI ലാബ്സ്ഡ് സീറ്റിലോ ഒക്കെ MBBSനും BDSനും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടത്തെ NRET 2024 കൗൺസിലിംഗിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 8 വരെ ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസരമാണ് നൽകിയിട്ടുള്ളത്. കേരളത്തിൽ KEAM പോലെ TN മെഡിക്കൽ സെലക്ഷനാണ് ഇവിടെ കൗൺസിലിംഗ് നടത്തുന്നത്. 1000 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. കേരളത്തിലെ പോലെ തന്നെ അപേക്ഷ അയച്ച വിദ്യാർത്ഥികളുടെ നീറ്റ് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെയുള്ളവർക്ക് സീറ്റ് അലോട്ട്മെന്റ് നൽകുക. മൊത്തം 21 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായുണ്ട്. അതിനു പുറമെ 3 സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുമുണ്ട്. മാനേജ്മെന്റ് കോട്ടയിൽ 13.5 ലക്ഷമാണ് ഇത്തവണ ഫീസ് ഇട്ടിരിക്കുന്നത്. NRI കോട്ടയിൽ ഇത് 24.5 ലക്ഷമാണ്. ഇനി NRI ലാബ്സ്ഡ് സീറ്റ് ആണെങ്കിൽ 21.5 ലക്ഷമാണ് ഫീസ് വരുന്നത്. പ്രൈവറ്റ് കോളേജുകളിലെ വാർഷിക ഫീസ് വരുന്നത് 16,20,000 അതുപോലെ NRI കോട്ട 29,40,000. ഇതിൽ NRI ലാബ്സ്ഡ് കോട്ടയാണെങ്കിൽ 25,80,000 ആയിരിക്കും ഫീസ് വരിക. ഇതിൽ കുറഞ്ഞ സാഹചര്യവും ഉണ്ടാകാറുണ്ട്. ഇനി ഡെന്റൽ കോഴ്സിലേക്ക് വരികയാണെങ്കിൽ 6 ലക്ഷം രൂപയാണ് മാനേജ്മെന്റ് കോട്ടയിലേക്ക് വരുന്ന ഫീസ്. NRI കോട്ട 9 ലക്ഷവും. ഇതും കുറഞ്ഞ ഫീസിന് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകാറുണ്ട്. കൗൺസിലിംഗിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ഫ്രീ എക്സിറ്റ് ഉണ്ട്. 162 മാർക്കെങ്കിലും നീറ്റിൽ സ്കോർ ചെയ്തവർക്കാണ് ഇവിടേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. 127 യോഗ്യത മാർക്ക് കൊണ്ട് മാത്രം SC ST OBC വിഭാഗത്തിന് ഈ കോളേജുകളിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നും പ്രത്യേകം ഓർക്കുക. അത്തരം വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ വേറെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർ ഗൈഡൻസിന് നിങ്ങൾക്ക് ഡോക്ടേഴ്സ് അക്കാഡമിയുമായി ബന്ധപ്പെടാവുന്നതാണ്.